ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഓട്ടോമൊബൈൽ മേഖലയുടെ വളർച്ച അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. മേപ്പാടി ഉരുൾപൊട്ടൽ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മ ഉൾപ്പെടെ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ വിശദമായി. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷ്, പാരീസ് ഒളിമ്പിക്സിലെ ഇരട്ട മെഡൽ ജേതാവ് മനു ഭാക്കർ, പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, പാരീസ് പാരാലിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവ് പ്രവീൺ കുമാർ എന്നിവർക്ക് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരം സമ്മാനിച്ചു. മലയാളി നീന്തൽ താരം സജൻ പ്രകാശ് ഉൾപ്പെടെ 32 പേർ അർജുന അവാർഡും മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ S മുരളീധരൻ അടക്കം 5 പേർ ദ്രോണാചാര്യ പുരസ്കാരവും രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ചണ്ഡിഗഡ് സർവകലാശാലയ്ക്ക് മൌലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫിയും രാഷ്ട്രപതി സമ്മാനിച്ചു. രാജ്യത്തെ ഓട്ടോമൊബൈൽ മേഖലയുടെ വികസനത്തിന് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഊർജ്ജം പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് വാഹന പ്രദർശനമായ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ മേഖല 12% വളർച്ച കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഓട്ടോമൊബൈൽ മേഖലയുടെ പരിവർത്തനവും വളർച്ചയും അനിവാര്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. बीते साल में भारत की ऑटो इंडस्ट्री करीब 12% की ग्रोथ से आगे बढ़ी है. मेक इन इंडिया, मेक फॉर द वर्ल्ड के मंत्र पर चलते हुए अब एक्सपोर्ट भी बढ़ रहा है. 1 साल में करीब 2.5 करोड़ गाड़ियां बिकना ये दिखाता है कि भारत में डिमांड लगातार कैसे बढ़ रही है. ये दिखाता है कि जब मोबिलिटी के फ्यूचर की बात आती है तो भारत को क्यों इतनी उम्मीदों के साथ देखा जा रहा है. ഭാരത് മണ്ഡപത്തിനു പുറമെ യശോഭൂമി, ഗ്രേറ്റർ നോയിഡയിലെ ഇന്ത്യൻ എക്സ്പോ സെന്റർ ആൻഡ് മാർട്ട് എന്നിവിടങ്ങളിലാണ് 6 ദിവസത്തെ ഭാരത് മൊബിലിറ്റി എക്സ്പോ സംഘടിപ്പിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദർശകർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. നവകേരള നിർമ്മാണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കുന്നതാണ് നയപ്രഖ്യാപന പ്രസംഗം. അടിസ്ഥാന സൌകര്യ വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുമാണ് സർക്കാർ മുൻഗണന നൽകുന്നത്. എല്ലാവർക്കും പാർപ്പിടം ഉറപ്പാക്കാനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്നും ജനപങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാക്കി. My government accords equal importance to development of physical and social infrastructure and the proactive role of the state in achieving social justice. My government is fully committed to upholding constitutional values of democracy, secularism, socialism and federalism. We have been taking special initiatives to fulfill our aims and commitments. My government has been following the novel practice of telling the society about the progress of implementation of promises made to the people at the time of seeking their mandate. കേരള ഗവർണറായി ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ ആർലേക്കറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണിത്. നിയമസഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ ജനുവരി 20 മുതൽ 22 വരെ നടക്കും. അടുത്ത മാസം 7-നാണ് സംസ്ഥാന ബജറ്റ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതുവരെ 841 നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. തിങ്കളാഴ്ച വരെയാണ് പത്രികകൾ പിൻവലിക്കാനാകുക. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. വോട്ടെണ്ണൽ ഫെബ്രുവരി 8-നാണ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ അടുത്ത സാമ്പത്തിക വർഷത്തിൽ 6.7% വളർച്ച കൈവരിക്കുമെന്ന് ലോകബാങ്ക് റിപ്പോർട്ട്.
ലോകബാങ്കിന്റെ ഗ്ലോബൽ എക്കണോമിക് പ്രോസ്പെക്ടസ് പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 6.5%. സേവന മേഖലയിൽ സ്ഥിര വളർച്ച പ്രതീക്ഷിക്കുന്നതായും സർക്കാർ പിന്തുണയോടെ രാജ്യത്തെ ഉൽപാദന മേഖല മെച്ചപ്പെടുമെന്നും ഇന്നലെ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നാണ് ലോകബാങ്കിന്റെ വിലയിരുത്തൽ. സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒഡീഷയിൽ. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. രഘുരാജ്പൂരിലെ പൈതൃക ഗ്രാമം, കൊണാർക്കിലെ സൂര്യക്ഷേത്രം തുടങ്ങിയ പൈതൃക സ്മാരകങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. 5 ദിവസത്തെ പര്യടനത്തിനായി ഇന്ത്യയിലെത്തിയ സിംഗപ്പൂർ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ ഇന്നലെ ഔദ്യോഗിക സ്വീകരണം നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഉപരാഷ്ട്രപതിയുടെ ആദ്യ ലക്ഷദ്വീപ് സന്ദർശനമാണിത്. അഗത്തി ദ്വീപിലെ പഞ്ചായത്ത് സ്റ്റേജിൽ അദ്ദേഹം ദ്വീപ് നിവാസികളെ അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. ഹർ നൽ സെ ജൽ പദ്ധതികളുടെ ഭാഗമായി ചേത്ലാത്തു ദ്വീപിൽ പ്രവർത്തന സജ്ജമായ കടൽ ജലത്തിൽ നിന്നും പ്രതിദിനം 1.5 ലക്ഷം ലിറ്റർ കുടിവെള്ളം നിർമ്മിക്കാൻ ശേഷിയുള്ള NIOTയുടെ LTTD പ്ലാന്റിന്റെ ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ നിർവഹിക്കും. ഇതോടൊപ്പം കൽപ്പേനി ദ്വീപിൽ സജ്ജീകരിച്ചിരിക്കുന്ന നന്ദ്ഗർ അംഗൻവാടി സെന്ററിന്റെയും ഉദ്ഘാടന കർമ്മം ഉപരാഷ്ട്രപതി വേദിയിൽ നിർവഹിക്കും. ഒപ്പം വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കായുള്ള കാർഡുകളും വേദിയിൽ വിതരണം ചെയ്യും. പാറശാല ഷാറൂൺ വധക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയും 3-ാം പ്രതിയായ അമ്മാവൻ നിർമ്മലകുമാറും കുറ്റക്കാരെന്ന് കോടതി. 2-ാം പ്രതിയായിരുന്ന ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. കൊലപാതകം, വിഷം നൽകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഷാറൂണിനെ കാമുകിയായിരുന്ന ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 3-ാം പ്രതിയായ അമ്മാവൻ തെളിവ് നശിപ്പിച്ചെന്ന് കോടതി കണ്ടെത്തി. തെളിവുകളുടെ അഭാവത്തിലാണ് ഗ്രീഷ്മയുടെ അമ്മയെ കോടതി വെറുതെ വിട്ടത്. അക്രമിയുടെ കുത്തേറ്റ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മുറിയിലേക്ക് മാറ്റി. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ സെയ്ഫ് അലി ഖാന്റെ ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. അക്രമിയെന്ന് കരുതുന്നയാളെ മുംബൈ പോലീസ് കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ട്. ബംഗളൂരുവിലെ പുതിയ US കോൺസുലേറ്റിന്റെ ഉദ്ഘാടനം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നിർവഹിച്ചു. അമേരിക്കയുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് പുതിയ കോൺസുലേറ്റ് സഹായിക്കുമെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു. പുതിയ കോൺസുലേറ്റിൽ ഉടൻ തന്നെ വിസ സേവനങ്ങൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 19-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും MyGov ഓപ്പൺ ഫോറത്തിലോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്നുകൂടി പങ്കുവയ്ക്കാവുന്നതാണ്. ഡൽഹിയിലെ വായു ഗുണനിലവാരത്തിൽ ഇന്ന് മികച്ച പുരോഗതി ഉണ്ടായതായി റിപ്പോർട്ട്. വായു ഗുണനിലവാര സൂചിക 294-ലെത്തിയിട്ടുണ്ട്. എന്നാൽ ദേശീയ തലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും കനത്ത മൂടൽമഞ്ഞ് തുടരുകയാണ്. ഇതുമൂലം നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. ജംഷഡ്പൂരിൽ രാത്രി 7:30-നാണ് മത്സരം. ലീഗ് ഫുട്ബോൾ ഹോം മത്സരത്തിൽ ഗോകുലം കേരള ഇന്ന് നാംധാരി FCയെ നേരിടും. രാത്രി 7-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ നാംധാരി പോയിന്റ് പട്ടികയിൽ 2-ാം സ്ഥാനത്തും ഗോകുലം കേരള 4-ാം സ്ഥാനത്തുമാണ്. 2025 വനിതാ പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ പട്ടിക BCCI പുറത്തുവിട്ടു. ഫെബ്രുവരി 14-ന് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ജയന്റ്സും തമ്മിലുള്ള മത്സരത്തോടെയാണ് WPL 3-ാം സീസൺ ആരംഭിക്കുക. എല്ലാ മത്സരങ്ങളും വൈകുന്നേരം 7:30-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ബറോഡ, ബംഗളൂരു, ലക്നൌ, മുംബൈ എന്നിവിടങ്ങളിലായാണ് ടൂർണമെന്റ്. ഫൈനൽ മത്സരം മാർച്ച് 15-ന് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ കായിക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓട്ടോമൊബൈൽ മേഖലയുടെ വളർച്ച അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. മേപ്പാടി ഉരുൾപൊട്ടൽ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ലക്ഷദ്വീപിലെത്തും. ഷാറൂൺ വധക്കേസിൽ ഗ്രീഷ്മ ഉൾപ്പെടെ 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി. ശിക്ഷാവിധി നാളെ. ISL ഫുട്ബോളിൽ ഇന്ന് ജംഷഡ്പൂർ FC മോഹൻ ബഗാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.